എല്ലാവരുടെയും ന്യൂ ഇയർ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നോ? നന്നായി ആഘോഷിച്ചോ? ഇത്തവണ ന്യൂ ഇയറിന് ആരെങ്കിലും എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ എടുത്തോ? ഞാനൊന്നും എടുത്തില്ല കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് ഒരു ചേഞ്ചിൻ്റെ ആവശ്യം വേണമെന്ന് ഇപ്രാവശ്യം എനിക്ക് തോന്നിയില്ല. പിന്നെ കഴിഞ്ഞ വർഷം ഞാനൊരു റെസൊല്യൂഷൻ എടുത്തിരുന്നു. കഴിഞ്ഞ വർഷം ഇതുപോലെ റീൽസൊക്കെ തോണ്ടിക്കൊണ്ടിരുന്നപ്പം നമ്മുടെ കരീന കപൂറില്ലേ, പുള്ളിക്കാരി പറയുന്ന കേട്ടു അവരാരോടും തർക്കിക്കാൻ പോവാറില്ലെന്ന്. ഉദാഹരണത്തിന് അവരുടെ മുമ്പിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അതൊരു കഴുതയാണെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി അതങ്ങ് സമ്മതിച്ചു കൊടുക്കും അത്രേ. വേറൊന്നുമല്ല, അവർക്ക് തർക്കിക്കാനുള്ള ടൈമില്ല. മാത്രമല്ല, മണ്ടന്മാരോട് തർക്കിച്ചാലുള്ള അവസ്ഥ നമുക്കറിയാം. അപ്പോൾ പറഞ്ഞു വന്നത് എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ്റെ കാര്യം. ഞാനും കരീനയുടെ ആ പാത തന്നെയാണ് കഴിഞ്ഞ വർഷം ഫോളോ ചെയ്തത്. സത്യം പറഞ്ഞാൽ ഒരു 75% എനിക്കത് ഗുണം ചെയ്തു. നെഗറ്റിവിറ്റിയായിട്ട് എൻ്റെ അടുത്ത് വന്ന കുറേ പേരെ ഐ ഡോണ്ട് കെയർ പറഞ്ഞ് ഞാൻ അങ്ങ് ഒഴിവാക്കി വിട്ടു. പിന്നെ കുറ്റം പറഞ്ഞവരോട് ഞാൻ തർക്കിക്കാനോ അത് കേട്ട് ശോകം അടിച്ചിരിക്കാനോ പോയില്ല. പിന്നെ ബാക്കിയുള്ള 25% ചില സങ്കടങ്ങൾ വന്നിട്ടുണ്ട്. അത് നമുക്ക് ഒത്തിരി വേണ്ടപ്പെട്ടവർ ഹേർട്ട് ചെയ്യുമ്പോഴാണ്. അതും ഞാൻ ഓവർകം ചെയ്തു. സോ ഇങ്ങനെ ഈ ഐ ഡോണ്ട് കെയർ മാനറിൽ പോയതുകൊണ്ട് ലാസ്റ്റ് ഇയർ വലിയ തിരക്കേടില്ലായിരുന്നു. ഇപ്രാവശ്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാനൊരു ചേഞ്ചിനും തയ്യാറെടുക്കുന്നില്ലെന്ന്. ഈ വർഷവും കഴിഞ്ഞ വർഷം എടുത്ത അതേ ഡിസിഷനിൽ തന്നെ മുമ്പോട്ട് പോവാണ്. എൻ്റെ വീഡിയോസ് കാണുന്ന നിങ്ങൾക്കും ഈ തീരുമാനം ഈ വർഷം എടുക്കാം. ആരെന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളുടെ ശരികളിലൂടെ ഉറച്ചു നിൽക്കാം. ഈ തീരുമാനം നമ്മളെ സഹായിക്കും. ഇതൊക്കെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ വീഡിയോസൊക്കെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇടുന്നത് പെട്ടെന്നൊരു സുപ്രഭാതത്തിലായിരുന്നാലും എനിക്ക് ഭയങ്കര സ്റ്റാർട്ടിങ് ട്രബിളായിരുന്നു. ഇതൊക്കെ മോശമാകുമോ, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ, പ്രൈവസി പോവുമോ, കെട്ടിയവനെ ഡൈവോഴ്സ് ചെയ്യുമോ, അങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഒരു 6-7 മാസത്തോളം മനസ്സിൽ ഇതൊക്കെ ഇട്ട് കൂട്ടിക്കലക്കി കുഴച്ചു മറിച്ച് ഒരു ദിവസം ഞാൻ അങ്ങ് തുടങ്ങി. എൻ്റെ ഹസ്ബൻഡ് പോലും 2-3 വീഡിയോസൊക്കെ പബ്ലിഷാക്കി കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ അറിഞ്ഞത്. എൻ്റെ ആദ്യത്തെ കടമ്പ പുള്ളിയുടെ റിയാക്ഷനായിരുന്നു. പക്ഷേ വീഡിയോ കണ്ട് നല്ല വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പുതിയ ഫോണൊക്കെ വാങ്ങിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോഴേക്കും അവിടുത്തെ അപ്രൂവൽ എന്തായാലും ഉറപ്പായി. പിന്നീട് അങ്ങോട്ട് എഡിറ്റിംഗ് ടിപ്സ് ട്രിക്സ് അതൊക്കെ ഷെയർ ആക്കി തരുകയും കണ്ടൻറ്റുകളൊക്കെ പറഞ്ഞു തരുകയൊക്കെ ചെയ്തു. ഞാൻ ഭയങ്കര ഹാപ്പിയായി. എനിക്ക് പിന്നെ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അതിനിടയ്ക്ക് 1-2 പേര് പേഴ്സണലി മെസ്സേജൊക്കെ അയച്ച് ചോദിച്ചു, നിനക്ക് വല്ല ജോലിക്കും പൊയ്ക്കൂടെ, ഇതൊക്കെ എന്തിനാ വെറുതെ ആൾക്കാരെ കാണിക്കുന്നതെന്നൊക്കെ. ഞാനതിന് മറുപടിയൊന്നും കൊടുക്കാൻ പോയില്ല. എൻ്റെ മനസ്സിലുണ്ട് ഇതെൻ്റെ ശരിയാണെന്ന്. എനിക്ക് മനസ്സിന് നല്ല സന്തോഷം ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നതിലൂടെ കിട്ടുന്നുമുണ്ട്. എല്ലാവർക്കും വേണ്ടുന്നത് സന്തോഷവും സമാധാനവുമല്ലേ. ഇപ്പോൾ 2024 എനിക്ക് ഒത്തിരി സ്നേഹമുണ്ട്. ഞാൻ ഇതുവരെ പറ്റിയിട്ടില്ലാത്ത വിഷ്വൽ മീഡിയ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ എനിക്കൊന്ന് പരീക്ഷിക്കാൻ പറ്റി. ഈ വർഷം ഒരുപാട് പുതിയ പ്രതീക്ഷകൾ നിറഞ്ഞൊരു വർഷമായിരിക്കുമെന്ന് എൻ്റെ മനസ്സങ്ങ് പറയുന്നുണ്ട്. അപ്പം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുക, ഈ വർഷം ആരെന്ത് പറഞ്ഞാലും നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക. നമ്മളെ ആര് ജഡ്ജ് ചെയ്താലും അതൊരു ചെവി കൂടെ കേട്ട് മറ്റേതി കൂടെ കളയാം. ഗട്സ് ഉണ്ട് കുറ്റം പറയുന്നവരുടെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് അത് കേൾക്കണം കേട്ടോ. അതിൽ കൂടുതൽ ഒരു തിരിച്ചടി കൊടുക്കാനില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേരുന്നു. കഴിഞ്ഞ വർഷം എൻ്റെ വീഡിയോ കണ്ട് തന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും എല്ലാം ഞാൻ നന്ദി പറയുകയാണ്. എല്ലാവർക്കും നല്ലൊരു പുതുവർഷമായിരിക്കട്ടെ ഇതെന്ന് ഞാൻ ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പം മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു.